ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോലെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ശരത്തിനെ കൂട്ടിക്കൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരിടത്തേക്ക് ചെല്ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയുടെ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. ശരത്തിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് നമ്മുടെ മഹേഷിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. മഹേഷിൻ്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ശരത്തിനെ സേഫ് ആയിട്ട് ഇവിടെ നിർത്തണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ അത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ സച്ചി? നിന്റെ ഫോണിലുള്ള വീഡിയോ വൈറലായി പോയാലും ഞാനും കണ്ടിരുന്നു, നീ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഇവരെൻ്റെ സ്വന്തം അനിയനെ പോലെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷിൻ്റെ ഭാര്യയും സപ്പോർട്ട് ചെയ്തതിനെ സംസാരിക്കാണ്ടാവും കേട്ടോ. സച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ സച്ചേട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സച്ചി ശരത്തിനോട് യാത്ര പറഞ്ഞിട്ട് പോകാണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് വേഗം തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ ഹാജരായിക്കോളാം സച്ചേട്ടാ, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതിന് കാണാൻ വയ്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്നെ ഹാജരാക്കാതിരിക്കാനല്ലേ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു, നിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരല്ലേ, നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു ഏട്ടനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം മാറിയെന്ന് കാണുന്ന രേവതിക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. ആ ഒരു സമയത്താണ് ശരിക്കും സച്ചിക്ക് ശരത്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെ രേവതി കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ ശരത്തിനും അതുമാത്രമല്ല ശരത്തിനും സച്ചിക്കുള്ള തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ഭയങ്കര പശ്ചാത്താപം കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സച്ചിക്കെതിരായിട്ട് ശരത്ത് ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ. എന്നാൽ അതെല്ലാം തന്നെ മറന്ന് തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത സച്ചി ഏട്ടനെ കുറിച്ച് ഓർത്തപ്പോഴത്തേക്കും ശരത്തിന് സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം രേവതിയോട് സച്ചി പറയുന്നുണ്ട്, ഇവൻ അകത്ത് കൊണ്ടാക്കിയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പിന്നീട് സച്ചി ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, അന്നത്തെ ആ ഒരു വീഡിയോ നീ അന്ന് ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല നീ ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ലടാ, വരാനുള്ള സംഭവിച്ചു, പറഞ്ഞിട്ട് കാലം എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടതാണ് പ്രശ്നമായി, പക്ഷേ ഞാൻ ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ച രഹസ്യമായിരുന്നു, അത് എന്തായാലും ശരത്തിന് എത്രയും വേഗം പുറത്തെടുക്കണം, അല്ലെന്നാണെങ്കിൽ എനിക്ക് എൻ്റെ രേവതി വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ഇതൊക്കെ മാറിയെന്ന് കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതിനെ കാണുമ്പോൾ സച്ചി വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇവർ രണ്ടുപേരും മാറിയെന്ന് കരയുന്നതും ഇവർ രണ്ടുപേരും സംസാരമെല്ലാം എന്നെ കേട്ടുകൊണ്ട് ശരത്തിന് ഭയങ്കര പശ്ചാത്താപമാണ് കേട്ടോ. വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം സച്ചി രേവതിയോട് പറഞ്ഞ് സങ്കടപ്പെടുമെന്ന് വേണം, നമുക്ക് എത്രയും വേഗം ശരത്തിനെ പുറത്തിറക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് അറിയാമായിരുന്നെങ്കിൽ സച്ചിയുടെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. വേഗം തന്നെ സച്ചി പറയുന്നത്, വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് മഹേഷാണ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ മഹേഷൻ അങ്ങനെ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടുമില്ല, അന്നത്തെ സമയത്ത് ശരത്തിൻ്റെ പോക്ക് അത്ര നല്ലതല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് മഹേഷ് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ശരിയാണെന്ന്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സേഫായിട്ട് വെച്ചത്. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു രേവതി, എൻ്റെ ഈ ഒരു ഫോൺ നഷ്ടപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ ഒരു വീഡിയോ വൈറലായെങ്കിൽ ഈ ഒരു ഫോൺ നഷ്ടപ്പെട്ടല്ല, മനഃപൂർവ്വം ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരുന്നു, അവരുടെ ഉദ്ദേശം ഇതായിരുന്നു, ഈ ഒരു വീഡിയോ എടുക്കുക എന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി വേഗം പറയുന്നത് ചിലപ്പോൾ ആന്റണി ആയിരിക്കാമെന്നാണ്. പക്ഷേ സച്ചി പറയുന്നത് ആന്റണി അവളെ സാധ്യത കുറവാണ്, മറ്റാർക്കോ എന്തോ ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെ ഇത് ചെയ്തതാണ്, അവൻ എന്തായാലും കണ്ടെത്തണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതിയും കണ്ടെത്തിയേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനം സച്ചിയായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ തന്നെ സച്ചിക്ക് വേണ്ടി മേടിച്ച ഫോണും സച്ചിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ കാണുന്ന സമയത്ത് സച്ചി പൈസ ഇല്ലാത്ത നേരത്തെ എന്തിനാ രേവതി ഇങ്ങനെ ഒരു ഫോൺ മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ എന്നെ വിളിക്കാണ്ട് പലരോടും ഫോൺ കടം മേടിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ സച്ചിയേട്ടന് വേണ്ടിയിട്ട് എനിക്ക് ഇതെങ്കിലും ചെയ്തു തരാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്കത് വളരെയധികം സന്തോഷമാണെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം തന്നെ ചന്ദ്രയാണെങ്കിൽ രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരോടും സംസാരിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാം, എന്തായാലും ശരത്ത് തെറ്റ് തന്നെ ആയി പോയി എന്ന് പറയാൻ. ശ്രീകാന്ത് മാത്രമല്ല കേട്ടോ, വർഷയും കൂടുതൽ സുധിയും എല്ലാം തന്നെ സംസാരിക്കുന്ന ഇതാണ്. എന്നാൽ രവി ഒരു അക്ഷരം പോലും വേണ്ടുന്നില്ല. ആ ഒരു സമയത്താണ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് വരുന്നത്. രേവതിനെ കാണുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നത് ഇവളെ ഒരു വീട്ടിൽ കയറ്റാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഇവളെ എൻ്റെ ഭാര്യയാണ്, ഇവളെ ഞാൻ വീട്ടിനകത്ത് കയറ്റുമുള്ളൊരു വാശിയോട് കൂടി തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം സച്ചി ശരത്തിൻ്റെ നിരപരാധത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ശ്രമിക്കുന്നു. എന്നാൽ വർഷ വേഗം പറയുന്നുണ്ട് തെറ്റ് തന്നെയാണ് സച്ചിയായിട്ട്, ശരത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, ആൻറ്റിയോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ ആൻറ്റീനെ എല്ലാവരും മുന്നിൽ നിർത്തി ആൻറ്റിയോടും ആൻറ്റീനെ കൊണ്ടും സുധിയേട്ടനെ കൊണ്ടും ശ്രുതി ചേച്ചിനെ കൊണ്ടും ശരത്ത് ക്ഷമ ചോദിപ്പിക്കണമായിരുന്നു, പക്ഷേ ഇത് ചെയ്ത് അതിലും വലിയ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ പറയുന്നു കേക്ക്, ശരത്ത് ചെയ്ത് തെറ്റും ഞാൻ ന്യായീകരിച്ച് സംസാരിക്കണം, പക്ഷേ ഒരു നാൾ ശരത്ത് ഇവിടെ വന്ന സമയത്ത് ഈ നിൽക്കുന്ന സുധിയും അമ്മയും കൂടെ കൂടിയിട്ട് ശരത്തിനെ ചെയ്യാത്ത തെറ്റിന് തെറ്റുകാരനാക്കി, മാത്രമല്ല ശ്രുതി അവന് തല്ലുക വരം ചെയ്തു, ആ ഒരു ദേഷ്യത്തിൽ അവൻ ചെയ്താണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ദേഷ്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് സച്ചി, ഇത് തെറ്റ് തന്നെയല്ലേ
എന്ന് രവിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല അച്ഛാ, അവൻ ചെയ്ത് തെറ്റിന് ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല. അമ്മയുടെ പണം നഷ്ടപ്പെട്ടില്ല, അമ്മയുടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പണമാണ് നേരത്തെ പോലീസുകാർ തന്നു എന്ന് പറഞ്ഞ് ഞാൻ തിരികെ തന്നത്. ഈ ഒരു കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിപ്പോകട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ടോ, നിനക്കറിയാമെങ്കിൽ നിന്റെ ഭാര്യയ്ക്കും അറിയാമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് ഒച്ച ഉണ്ടാക്കിയ സമയത്താണ് രേവതി ഈ ഒരു സത്യം അറിയുന്നത്. വെറുതെ രേവതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കണ്ടായെന്ന് സച്ചി പറയാണ്. അങ്ങനെ സച്ചി പല രീതിക്കും ശരത്തിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയും കൂടെ കൂടിയിട്ട് മനഃപൂർവ്വം തന്നെ തെറ്റ് ചെയ്താണ്, അവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞ് ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്ത് രേവതി വന്നിട്ട് എൻ്റെ അനിയൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, അവൻ ചെയ്ത് തെറ്റ്, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, അച്ഛൻ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി രവിയുടെ മുന്നിൽ പൊട്ടിക്കരയാണ്ട് ആ ഒരു ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.